ഹലോ, വെൽക്കം ബാക്ക് ടു ഇഗ്നോ പൾസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഗ്നോ അസൈൻമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. അസൈൻമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എങ്ങനെ അസൈൻമെൻറ്റ് പേപ്പർ ഡൗൺലോഡ് ചെയ്യാം, ആൻസേഴ്സ് എങ്ങനെയൊക്കെ എഴുതണം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ആദ്യമേ തന്നെ ഇഗ്നോ അസൈൻമെൻറ്റ്സ് എന്താണെന്നുള്ളത് പറയാം. ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തവരാണെങ്കിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സബ്ജക്റ്റിൽ പാസ്സാവണമെന്നുണ്ടെങ്കിൽ അസൈൻമെൻറ്റ്സിലും പാസ്സാവണം, അതുപോലെ റിട്ടൺ എക്സാമിലും പാസ്സായാൽ മാത്രമാണ് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ ആ സ്റ്റുഡൻറ്റ് പാസ്സാവത്തുള്ളൂ. അതായത് ഇഗ്നോ അസൈൻമെൻറ്റ്സിന് 30% വെയിറ്റേജും അതുപോലെ എക്സാമിന് 70% വെയിറ്റേജുമാണ് ഉള്ളത്. അസൈൻമെൻറ്റ്സിൽ പാസ്സാവണമെന്നുണ്ടെങ്കിൽ 40% മാർക്ക് കിട്ടിയാലാണ് ഈ ഒരു അസൈൻമെൻറ്റിൽ പാസ്സാവാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് ഇഗ്നോ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. കുറേ പേർക്കുള്ള സംശയമാണ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെയാണ് കിട്ടുക, ക്വസ്റ്റ്യൻസ് എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളത്. ക്വസ്റ്റ്യൻസ് മെയിനായിട്ട് നമ്മളുടെ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഗൂഗിളിൽ ഇഗ്നോ എന്ന് സെർച്ച് ചെയ്യാം. ഇഗ്നോൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറാം. എന്നിട്ട് ഇങ്ങനൊരു പേജ് ഓപ്പണായി വരും. അതിൽ മേലെ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിൽ സ്റ്റുഡൻറ്റ് സർവീസസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കറണ്ട് അസൈൻമെൻറ്റ് പോർട്ടൽ, ഇത് ഫുൾ ലോഡായി വരാനായിട്ട് അത്യാവശ്യ സമയമെടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. ഫുള്ള് ലോഡായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നിങ്ങളുടെ സബ്ജക്റ്റ് കോഡ് അടിച്ചു കൊടുക്കുക. ഇനി സബ്ജക്റ്റ് കോഡ്സ് എങ്ങനെയാണ്, ഏതൊക്കെ സബ്ജക്റ്റാണ് അസൈൻമെൻറ്റ് എഴുതേണ്ടതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇഗ്നോ സമർത്ഥിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സിൽ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ ലോഡായിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സെഷനിലോട്ടാണ് അസൈൻമെൻറ്റ് എഴുതുന്നത്, ആ സെഷനിലോട്ട് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഇവിടെ ജാനുവരി ആൻഡ് ജൂലൈ 2026 എന്ന് കാണിച്ചിട്ടുണ്ട്. ജൂണിൽ അസൈൻമെൻറ്റ് എഴുതാൻ പോകുന്നവരാണെങ്കിൽ അങ്ങനെ വാലിഡ് ആണ് എന്നുള്ളത് നോക്കാം. വാലിഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആവുന്നതാണ്. അപ്പോൾ അത് മെയിനായി ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ വന്ന പേജിലോട്ട് പോവാം. അതിനകത്ത് തന്നെ ഓൾഡ് അസൈൻമെൻറ്റ് പോർട്ടൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ഇതിൽ ഏതാണ് നിങ്ങളുടെ കോഴ്സെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ബാച്ചിലേഴ്സ് പ്രോഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ സബ്ജക്റ്റ് കോഡ്സ് നമ്മൾ ഓരോ സെമസ്റ്ററിലും എഴുതേണ്ട അസൈൻമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് വേണ്ടത് വെച്ചാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ലോഡായി വരുന്നതായിരിക്കും. അങ്ങനെ 2 വഴി നമുക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഏത് രീതിയിലാണെങ്കിലും നിങ്ങളുടെ അസൈൻമെൻറ്റ് വാലിഡിറ്റി ചെക്ക് ചെയ്യാൻ. ആൻസറിങ് പാറ്റേൺ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി. ഇനി ഇതിനെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നോക്കി അത് നോക്കിയിട്ട് എഴുതാം. നിങ്ങൾ പഠിച്ച അറിവ് വെച്ചിട്ട് സ്വന്തം റിസർച്ച് ചെയ്തിട്ട് ആൻസർ എഴുതാവുന്നതാണ്. പക്ഷെ ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ പിന്നെ ആൻസർ PDF വാങ്ങാനായിട്ട് കിട്ടും. നിങ്ങൾക്ക് ആൻസർ PDF വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ആൻസർ PDF തരുന്നതായിരിക്കും. ആൻസർ PDF വാങ്ങുകയെന്നുണ്ടെങ്കിലും അതൊരിക്കലും അതേപടി കോപ്പി പേസ്റ്റ് ചെയ്യാണ്ട് ചില ചേഞ്ചസൊക്കെ വരുത്തിയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇഗ്നോ എപ്പോഴും ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള അസൈൻമെൻറ്റ് മാത്രമാണ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ ആൻസർ PDF വാങ്ങുകയെന്നുണ്ടെങ്കിൽ അത് പേപ്പറിലോട്ട് എഴുതി സബ്മിറ്റ് ചെയ്താൽ മാത്രമാണ് ഇഗ്നോ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ആയിട്ട് അസൈൻമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ഈ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് സബ്മിഷൻ മെത്തേഡാണ്. അസൈൻമെൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ടുപോയിട്ടാണ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതും ടൈം ഓരോ സ്റ്റഡി സെൻറ്ററിലും ഓരോ ടൈമായിരിക്കും. നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ ഏതാണോ അവിടെ വിളിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കുക ഏതൊക്കെ ടൈമിലാണ് അസൈൻമെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പം ഡിസംബർ സെഷനിൽ തൊട്ട് എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 1 തൊട്ടിട്ട് ഒക്ടോബർ 31 വരെയാണ് സമയം. അതുപോലെ ജൂണിലോട്ട് എഴുതുന്നവരാണെങ്കിൽ
മാർച്ച് 1 തൊട്ടിട്ട് ഏപ്രിൽ 30 വരെയാണ് സമയം. ഇതൊരു നോർമൽ പീരീഡാണ്. ചില സമയങ്ങളിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. ഇനി അസൈൻമെൻറ്റ് ഓർഡറാണ്. ആദ്യം ഇവാലുവേഷൻ ഷീറ്റ് വയ്ക്കാം. അത് ഫില്ല് ചെയ്തിട്ട് വേണം വയ്ക്കാനായിട്ട്. പിന്നീട് ഫ്രണ്ട് പേജ് നമ്മുടെ ഡീറ്റെയിൽസ്, നെയിം, അതുപോലെ സബ്ജക്റ്റ് കോഡ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നൊരു പേജാണ് ഫ്രണ്ട് പേജ്. അത് വയ്ക്കുക. പിന്നെ ഏത് ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൻസർ എഴുതിയിട്ടുള്ളത് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ വയ്ക്കുക. പിന്നെ നിങ്ങളുടെ ആൻസേഴ്സ്. ഇങ്ങനെയാണ് അസൈൻമെൻറ്റിൻ്റെ ഓർഡർ വരുന്നത്. പിന്നെ അസൈൻമെൻറ്റ് എഴുതേണ്ടത് ഏത് പേപ്പറിലാണ് ഉണ്ട്. നമ്മളിതുപോലത്തെ A4 ഷീറ്റിൽ വേണം എഴുതാനായിട്ട്. റൂൾഡ് വേണമെന്നൊന്നുമില്ല. ഇതുപോലെ A4 ഷീറ്റിൽ. പിന്നെ ബോർഡർ 4 സൈഡും ബോർഡർ ഇതുപോലെ ബോർഡർ വരച്ചിട്ട് വേണം എഴുതാനായിട്ട്. അതാകുമ്പോൾ നമുക്ക് ആൻസർ എഴുതാനുള്ള സ്പേസ് കുറഞ്ഞിട്ടും നമുക്ക് കുറേ പേജ് എഴുതാനായിട്ടും സാധിക്കും. ഇനി ഇതുപോലെ മിസ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ വെട്ടും കുത്തൊന്നും ഇല്ലാണ്ട് ഒരു വെട്ട് മാത്രം ഇടുക. നീറ്റായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ എത്ര പേജ് എഴുതണം എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. കുറേ പേര് പറയും ആൻസർ എത്ര നന്നായി എഴുതണോ അതിന് ബേസ് ചെയ്തിട്ടാണ് മാർക്ക് എന്നൊക്കെ. പക്ഷേ എപ്പോഴും ഏറ്റവും കൂടുതൽ കുറേ പേജ് എഴുതുന്നതായിരിക്കും ബെറ്റർ. മിനിമം ഒരു 30 to 35. നല്ല 90+ മാർക്കൊക്കെ വേണമെങ്കിൽ 50+ പേജ് ആൻസർ എഴുതുന്നതായിരിക്കും ബെറ്റർ. അതുപോലെ ഏത് കളറ് ഇങ്ക് വെച്ചിട്ടാണ് എഴുതേണ്ടത് എന്നുള്ളത് ബ്ലൂ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇതുപോലെ ഇങ്കൊന്നും പടരാത്ത സാധാരണ നോർമൽ പെന്ന് യൂസ് ചെയ്തിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഒരേ കളർ ഇങ്ക് വെച്ചിട്ട് തന്നെ എല്ലാ പേജും എഴുതുക. മിക്സ് ആക്കിയിട്ട് എഴുതരുത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുകൾ അണ്ടർലൈൻ ചെയ്ത് പോകാം. അതൊന്നും കൂടി ഒരു ഇംപ്രഷനാണ് മാർക്ക് കൂടാൻ വേണ്ടിയിട്ട്. അതുപോലെ സ്റ്റേപ്ലറോ അതുപോലെ പ്ലാസ്റ്റിക് കവറോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ഇതുപോലത്തെ ത്രെഡോ അല്ലെങ്കിൽ പ്ലെയിൻ റെഡ് വരുന്ന ത്രെഡോ ഉണ്ട്, അത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ അറ്റത്ത് വരുന്ന ഈ സ്റ്റീലിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെൻറ്റും മറ്റുള്ളവരുടെ അസൈൻമെൻറ്റിനെയും അത് നാശാക്കാനായിട്ട് കാരണമാവും. അതുകൊണ്ട് ഇത് വെട്ടിക്കളയണം. പിന്നെ ബുക്ക് സ്റ്റോളിലൊക്കെ ഇതുപോലത്തെ പഞ്ച് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ പഞ്ച് ചെയ്യണം. എത്ര ഹോള് പഞ്ച് ചെയ്തിട്ട് ടൈ വെച്ചിട്ട് കെട്ടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പറഞ്ഞൊരു പേപ്പറുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തിട്ടും അതിൽ ഏതൊക്കെ സബ്ജക്റ്റാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് അതിന് ലിസ്റ്റ് എഴുതുക. എന്നിട്ട് നമ്മളും സൈൻ ചെയ്യാം. അവിടെ സ്റ്റഡി സെൻറ്ററിൽ അവരുടെ നിന്ന് സീൽ വാങ്ങിയിട്ട് വരിക. നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിനൊരു തെളിവാണത്. ഇൻ കേസ് മിസ്സായാലൊക്കെ അത് യൂസ്ഫുൾ ആവും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ ജൂണിൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, പക്ഷേ ആ ജൂൺ സെക്ഷനിൽ എക്സാം എഴുതിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എക്സാം എഴുതുന്ന സമയത്ത് വീണ്ടും അസൈൻമെൻറ്റ് റീസബ്മിറ്റ് ചെയ്യണമെന്നുള്ളത്. അതിൻ്റെ ആവശ്യമില്ല. ഒരു വട്ടം അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പാസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ സബ്ജക്റ്റിന് അസൈൻമെൻറ്റ് വീണ്ടും എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. അതുപോലെ 2 to 6 monthസിനുള്ളിൽ തന്നെ അസൈൻമെൻറ്റിൻ്റെ റിസൾട്ട് വരുന്നതായിരിക്കും. ഗ്രേഡ് കാർഡിൽ കയറി നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് അസൈൻമെൻറ്റ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ അതും കൂടി അറിയിക്കുക. ഇതുപോലത്തെ ഇഗ്നു കോണ്ടൻസിനായിട്ട് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. സോ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.